ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ പഴം പരിചയപ്പെടാം. ഇവൻ വിദേശിയാണ്. അബിയു എന്ന പഴം കേരളത്തിൽ ധാരാളമായി ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടിനും പിന്നാലെ ബ്രസീലിയൻ നിന്ന് വന്നിട്ടുള്ള ഈ ചെടി 2.5 വർഷം കൊണ്ട് കായ്ക്കും. അധികം ഉയരം വെക്കത്തില്ല. നല്ല മഞ്ഞ കളറുള്ള പഴമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ കാമ്പ് എടുത്താണ് തിന്നുന്നത്. കരിക്ക് തിന്നുന്ന പോലെ ഇരിക്കും. അകത്ത് 1-2 കുരു കാണും. കറുത്ത കുരുവാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത്. ഇതിനൊരു തൈക്ക് നഴ്സറിയിൽ 1000 രൂപ വിലയുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. ഇപ്പോൾ 500 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ഫലപുഷ്ടമായ പഴമാണ്. നല്ല പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ശ്വാസോച്ഛ്വാസത്തിനൊക്കെ നല്ലതാണ്. അങ്ങനെ കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായ ഒരു പഴം. അധികം അധ്വാനമൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ പറമ്പിൽ തണലിൽ ഇവൻ വളരും. തണലിൽ ഉള്ള പ്രദേശത്ത് വലിയ സൂര്യപ്രകാശമൊന്നും വേണ്ട. 2.5 അടി കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് ചാണകവും ചാണകപ്പൊടിയും മറ്റു വളങ്ങളും എല്ലാം ചേർത്ത് നട്ട് കഴിഞ്ഞാൽ 2.5 വർഷം കൊണ്ട് ഇവൻ കായ്ക്കും. അപ്പോൾ തൈക്ക് ഇപ്പോൾ കിട്ടാനുണ്ട് 500-ൽ താഴെ വിലയേ ഉള്ളൂ. ഇതിൻ്റെ കുരു ഇട്ടും നമുക്ക് വളർത്തിയെടുക്കാം. നല്ല ഒരു കായ്ഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമുക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം. ഒരു ബ്രസീലിയൻ ഫുഡാണ്, പഴമാണ്. 2.5 വർഷം കൊണ്ട് കായ്ക്കും. ഇവിടെ ധാരാളമായിട്ടുണ്ട്. കേരളത്തിലിത് വ്യാപകമായി പിടിക്കുന്നുണ്ട്. പഴങ്ങളുണ്ടാകുമ്പോൾ നല്ല മഞ്ഞ കളറാണ്. പച്ച നിറത്തിലാണ് കായ ഉണ്ടായി വരുന്നത്. ബ്രസീലിയൻ പഴമാണ്. നട്ട് 2.5 വർഷം കൊണ്ട് ഇതിൽ കായ്ക്കും. റംബുട്ടാനും ശേഷം കേരളത്തിൽ ട്രെൻഡ് നേടുന്ന ഒരു ഫലമാണ് അബിയു. വിദേശത്ത് നിന്ന് കേരളത്തിലെത്തിയതാണ്. ധാരാളം കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. 2.5 അടി താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് ചാണകവും വളങ്ങളും എല്ലാം ചേർത്ത് നട്ടാൽ 2.5 വർഷം കൊണ്ട് ഇത് കായ്ക്കും. പറിച്ചു വെച്ച പാത്രത്തിൽ വെച്ചപ്പോഴാണ് നല്ല മഞ്ഞ കളറാണ്. വേണ്ട, ഇത് മതി. ഇതൊക്കെ ഇതിനകത്ത് പിടിച്ചിപ്പോ ഇതൊരു വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമുള്ള മതി. ഒന്നും മുറിച്ചെടുത്തിട്ടുള്ള ഫ്യൂവിന്റെ പഴമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കാണുന്ന കറുത്താണ്. ഒരു കുരുവാണ്. ചിലതിൽ 2 കുരു കാണും. അതിനകത്ത് ഈ മഞ്ഞ വെള്ള കളറിലുള്ളതാണ് കഴിക്കുന്നത്. ചിരണ്ടി എടുത്ത് കഴിക്കാൻ നല്ല കരിക്ക് കഴിക്കുന്ന പോലെ ഇരിക്കും. ഇങ്ങനെയാണ് കഴിക്കുന്നത്. പിന്നെ ഒന്നുകൂടെ ഞെക്കണോ? വേണ്ടല്ലോ, എടുത്തോണ്ടിരിക്കല്ലേ. പറയുന്നത് കോരി കഴിച്ചോളുക. മുഖത്ത് തിരുമ്പ വാവൂന്നൊക്കെ വെക്ക. ഒരു വീഡിയോ കൂടെ ആയില്ലേ? അബിയുവിന്റെ ഒരു കഴുത്തിന്റെ വീഡിയോ ജനങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇങ്ങനെ എടുക്കുന്നത്. അതെ.